വർഷങ്ങളായിട്ട് പേടിക്കാതിരിക്കുന്ന കൊറോണ സമയത്ത് ഉണ്ടാക്കിയാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്നതല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട്. വേണ്ടില്ലേ, ഇപ്പം 2019 ശേഷം 2022 വരെ വക്കായിട്ട് ഓടിക്കൊണ്ടിരുന്ന കുളമാണ്. ഇപ്പം വല്ലാതെ ഇത് കിടന്ന് നമ്മൾ നോക്കാതെ, ജോലി തിരക്ക് കൊണ്ടൊക്കെയാണ്, എന്നാലും നോക്കാതെ കിടന്ന് ഈ ഒരു അവസ്ഥയിലാണ്. ഇതിനകത്തുനിന്ന് ഇനി നമുക്കൊരു കര കയറാൻ പറ്റുമോ? ഇനിയിപ്പം നമുക്കൊന്ന് പുതിയതാക്കി എല്ലാം സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത്, ഇതിൻ്റെ ഫിൽട്രേഷനാട്ടോ ഇരിക്കുന്നത്. ഫിൽട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് അക്വാപോണിക്സിൻ്റെ രീതിയിൽ പൈപ്പൊക്കെ വെച്ച്, ഇത് പൈപ്പ് ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ട്, ഈ പൈപ്പിനകത്ത് ഹോളിട്ട് അതിനകത്ത് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നത് ഉണ്ടോ, ചെടിച്ചട്ടിയെല്ലാം വെച്ചിരുന്നത്. ഇപ്പം കുറേ നാളായിട്ട് എടുക്കാതിരിക്കുന്നത്, വീണ്ടും ഒന്ന് പൊടി തട്ടി അടിപൊളിയായിട്ട് എടുക്കാം. ഇതെന്താണെന്നറിയോ ഗൈസ്? ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. നോലോലിക്ക, ലൂബിക്ക, അങ്ങനെയൊക്കെയാ പറയുന്നത്. തീർന്നു കേട്ടോ. ഇതുണ്ടോ, നിങ്ങളുടെ നാട്ടിൽ എന്താ ഈ സാധനത്തിന് പറയുന്നത് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഒരു ഒട്ടുപ്ലാവ് മേടിച്ച് വെച്ചാൽ കേട്ടോ, ഈ അവസ്ഥയിലാണ്. ഇപ്പം 6 വർഷം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞു, ഒരു 4 വർഷമായപ്പോഴത്തേക്ക് ഒന്ന് ഒടിഞ്ഞു പോയി കേട്ടോ. അത് പിന്നെ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിപ്പോൾ 2 വർഷമായുള്ളൂ. 2 വർഷം കൊണ്ട് ഇത്ര ആയുള്ളേ. കായ്ക്കുമല്ലെന്ന് അറിയത്തില്ല. ഇത് തന്നെ അറിയാം, ഇത് കുറച്ച് നാളായിട്ട് ഇവിടെ ഒന്നും നോക്കാഞ്ഞുകൊണ്ടുണ്ടല്ലോ, പുല്ല് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പശു ഉണ്ടായിരുന്നു, പശുവിനെയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പുല്ല് പാട്ടത്തിന് കൊടുത്തിട്ട് ഇപ്പോൾ അവരാണെങ്കിൽ പറിക്കാൻ വരുന്നുമില്ല. ഇത് കണ്ടോ ഗൈസ്, ഇതെന്നറിയോ? ഇതൊരു കപ്പൽ മാവ് വെച്ചാണ്, അതും ഇതുപോലെ തന്നെ. നമ്മുടെ നോട്ടം ഇല്ലാതെ ആയിപ്പോയിട്ട് ഇതെല്ലാം ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. ഇങ്ങനെ ഈ പയറ് കയറി ഇത് ചുറ്റിക്കഴിഞ്ഞ് ഈ സാധനം ഒടിഞ്ഞു പോവേ. ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. കുറച്ച് ഇപ്പം ഇനിയിപ്പോൾ വളമിടാൻ പറ്റത്തില്ല, നല്ല വെയിലുള്ള സമയമാണ്. ഇപ്പോൾ വളമിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നനച്ച് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ, വെള്ളം ഒഴിച്ച് വിടാം. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒന്ന് വളമിട്ട് സെറ്റാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇഞ്ചിക്കണ്ടായിരുന്നു കേട്ടോ, അത് ഇഞ്ചിക്കണ്ടം. ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നോക്കാതെ ആയിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. 1-2 വർഷം കൊണ്ട് പോയതാണ്. ഇതുകൊണ്ട് രാഞ്ഞിൽ നിൽക്കുന്നുണ്ട് ഗൈസ്, 1-2 ഉണ്ടേ. പിന്നെ ഇവിടെ ഉണ്ട് കുടംപുളി നിൽപ്പുണ്ട് കേട്ടോ. കുടംപുളി 1-2 കുടംപുളി നിൽപ്പുണ്ടേ. അടയ്ക്ക എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ആരും ഞാൻ നോക്കാതെ, എനിക്ക് എൻ്റെ ജോലിയിലൊക്കെ തിരക്കായിപ്പോയി, അങ്ങനെയൊക്കെ നോക്കാൻ പറ്റാതായിപ്പോയി കേട്ടോ. അതൊക്കെ ജോലിയിൽ നിന്നൊക്കെ ഇനിയൊന്ന് ഇത് മാറി ചിന്തിക്കുക. ആകെ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ കിട്ടുന്നുള്ളൂ. ആ സമയം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതാണ് കുഴപ്പം. എന്നാലും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകും, കല്യാണവും കയറി താമസവും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വരുന്നതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല കേട്ടോ. എന്നെപ്പോലെ എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും കേട്ടോ അവസ്ഥ. ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. പിന്നെയും കുളത്തിലോട്ട് വരാം കേട്ടോ. ഈ കുളം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പടുതാടി ആ ഭാഗത്തായിട്ട് ചെറിയൊരു ഇത് നല്ലപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു. തിലോപ്പിയ ഉണ്ടായിരുന്നു. തിലോപ്പിയ ഒരു 160 എണ്ണത്തിനെ അങ്ങനെ പിടിച്ചിട്ടതാണ്. ഒരു അത്യാവശ്യം നല്ലത് കിട്ടും കേട്ടോ. 140-130 എണ്ണത്തിനെ കിട്ടി. ഇതിനകത്ത് മോട്ടർ വെച്ച് ഫിൽട്രേഷൻ കൊടുത്ത്, ഫിൽട്രേഷൻ വഴി നേരെ പോയിട്ട് ഇവിടുന്ന് അക്വാപോണിക്സിൻ്റെ രീതിയിൽ നേരെ ആ പൈപ്പിനകത്തോടെ പോയിട്ട് ആ പൈപ്പിനകത്ത് തിരിച്ച് വെള്ളം ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന രീതിയിലായിരുന്നു എൻ്റെ പരിപാടിയായിരുന്നു. പിന്നെ പഴയ വീഡിയോ ഒക്കെ എൻ്റെ കിടപ്പുണ്ടെന്നറിയത്തില്ല, ഉണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്ത് വീണ്ടും പഴയ പോലെ ആക്കാൻ പോവുകയാണ്. എന്നിട്ട് വെള്ളത്തിൻ്റെ കണ്ടീഷൻ നോക്കണം. എല്ലാ കണ്ടീഷനും നോക്കിയിട്ട് വീണ്ടും നമ്മൾ മീനിടാനുള്ള പരിപാടിയാണ്.